عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളുടെ വ്യത്യാസത്തിൽ, രാപ്പകലുകൾ മാറി മറിയുന്ന കാര്യത്തിലൊക്കെ ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഖുർആനിലെ ഒരു വചനം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതുപോലെ രാവിൻ്റെയും പകലിൻ്റെയും വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. രാത്രിയാവുക, പിന്നെ പകലാവുക, അങ്ങനെ ഒരു ദിവസം കഴിയുക. ആ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് അത് ഒരാഴ്ചയായിട്ട് മാറുക, ആഴ്ചകൾ പിന്നീട് മാസങ്ങളായിട്ട് മാറുക, മാസങ്ങൾ വർഷങ്ങളായിട്ട് മാറുക. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം രാപ്പകലുകളിലുള്ള വ്യത്യാസമാണ്. അങ്ങനെ മഴക്കാലം, വേനൽക്കാലം, ശൈത്യം, ഉഷ്ണം, സമശീതോഷ്ണം, അങ്ങനെ വിവിധങ്ങളായ കാലങ്ങൾ. ഈ കാലങ്ങളിലൂടെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഒരു കാലമുണ്ട്, ഒരു കാലമേ മനുഷ്യനുള്ളൂ. ആ കാലം കഴിഞ്ഞാൽ മനുഷ്യൻ പോകും. എന്നാൽ കാലങ്ങൾക്ക് അതീതനായ ഒരു ശക്തി, അത് അല്ലാഹുവാണ്. സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് അല്ലാഹു തആല. അതാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് ഖുർആൻ പറഞ്ഞത്. കാലം തന്നെയാണ് സത്യം. ഈ കാലമാണ് അല്ലാഹു സത്യം ചെയ്ത് പറയുന്ന ഒരു കാര്യം. അവൻ തന്നെയാണ് കാലം. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയാൻ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവപ്പെട്ട രൂപത്തിലാണ് അല്ലാഹു തആല പറയുന്നത്. അഥവാ അല്ലാഹു എന്നെ മനുഷ്യൻ പ്രയാസപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹുവിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം ഈ കാലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. യുഊനനി ഇബ്നു ആദം, എന്നെ ആദമിന്റെ മകൻ അഥവാ മനുഷ്യൻ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് പ്രയാസമുള്ള ഒരു കാര്യം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതേതാണ് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യം? അള്ളാഹുവിന് അത്രമേൽ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അത്രമേൽ പ്രയാസമുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ തെറ്റ്? യസുബ്ബുദ്ദഹ്റ, അവൻ കാലത്തെ ചീത്ത പറയുന്നു. അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തെ, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ അവൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, ഞാനാണ് കാലം, ഞാനാണ് കാലം. ബിയദി അൽ അംർ, എന്റെ കയ്യിലാണ്, എന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഉഖല്ലിബുൽ ലൈല വൻ നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാണ്. അതാണ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനാണ് കാലം. മനുഷ്യൻ കാലത്തെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൂടെ അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. റവാഹുൽ ബുഖാരി വ മുസ്ലിം, മുസ്ലിമിലും ബുഖാരിയിലും ഈ ഹദീസ് കാണാം. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ, മുസ്ലിമിലുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, യുഊനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? യഖൂൽ, ആ വാക്കാണ് അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തുന്നത്. യാ ഖൈബത്തദ്ദഹ്ർ, നശിച്ച കാലം, ഇതെന്തൊരു കാലാണ് എന്ന് മനുഷ്യൻ പറയുമ്പോൾ അള്ളാഹുവിന് വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ധിക്കരിക്കലാണ്, അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തലാണ്, അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കലാണ്.
നല്ല അടിമ അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറഞ്ഞു പോകരുത്, യാ ഖൈബത്തദ്ദഹർ, നശിച്ച കാലം എന്ന് പറയരുത്. ഫഇന്നി അനദ്ദഹർ, എന്തുകൊണ്ടെന്നാൽ ഞാനാണ് കാലം. ഉകല്ലിബു ലൈലഹു വനഹാറഹു, രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോ കാലത്തെ ചീത്ത പറയാൻ പാടില്ല, നശിച്ച കാലം എന്ന് പറയാൻ പാടില്ല. പ്രകൃതിയിൽ എന്ത് സംഭവിച്ചാലും അത് അനുഭവിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ നാം പറയില്ലേ. ആ സമയത്ത് അള്ളാഹുവിലേക്ക് അഭയം തേടുക, അവനെ സ്മരിക്കുക. കാലത്തെ ഒരിക്കലും ചീത്ത പറയരുത്. ഇത്ര വലിയ മഴയാണെങ്കിലും ഇടിയാണെങ്കിലും കാറ്റാണെങ്കിലും. എന്തുകൊണ്ടെന്നാൽ കാലത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു തന്നെയാണ് കാലം. അതുകൊണ്ടാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ സമിഅ സൗത്തർ റഅദ്, നിങ്ങൾ ഇടിമിന്നൽ കേട്ട് കഴിഞ്ഞാൽ ഇന്നത് പറയണം. യഖൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടിമിന്നൽ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, സുബ്ഹാന മൻ യുസബ്ബിഹു റഹദ ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. സുബ്ഹാന മൻ യുസബ്ബിഹു റഹദ ബിഹംദിhi വൽ മലായികതു മിൻ ഖീഫതിഹി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു പരിശുദ്ധനാണ്, അവനാണ് പരമപരിശുദ്ധൻ. അവന്റെ വേണ്ടുക കൊണ്ടാണ് ഇടിമിന്നലുകൾ സംഭവിക്കുന്നത് എന്ന് അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ ദിക്റാണ് ഇടി മിന്നൽ പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ പറയേണ്ടത് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ എന്തൊരു വികൃതി ഉണ്ടാകുമ്പോഴും എന്തൊരു പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അഭയം തേടുക, അള്ളാഹുവോട് സഹായം തേടുക എന്നുള്ളത് മാത്രമാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.